ഹലോ ഫ്രണ്ട്സ്, ലെറ്റ്സ് ലേൺ വിത്ത് ലാവുഷിയുടെ മറ്റൊരു വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ആനുകാലികം നാവികസേനയുടെ ആഭ്യന്തരമായി രൂപകൽപ്പന ചെയ്തു നിർമ്മിച്ച ഹൈഡ്രോഗ്രഫിക് സർവേ കപ്പൽ INS ഇച്ഛക്. നാവികസേനയുടെ ആഭ്യന്തരമായി രൂപകൽപ്പന ചെയ്തു നിർമ്മിച്ച ഹൈഡ്രോഗ്രാഫിക് സർവേ കപ്പലാണ് INS ഇച്ഛക്. അന്താരാഷ്ട്ര രാജ്യാന്തര കുരുമുളക് സമൂഹത്തിൻ്റെ വാർഷിക സമ്മേളനത്തിന് വേദിയാകുന്നത് കൊച്ചി. അന്താരാഷ്ട്ര രാജ്യാന്തര കുരുമുളക് സമൂഹത്തിൻ്റെ വാർഷിക സമ്മേളനത്തിന് വേദിയാകുന്നത് എവിടെയാണ്? അത് കൊച്ചിയാണ്. ശ്രീ ചിത്തിര തിരുനാൾ പുരസ്കാരത്തിന് അർഹനായത് ഗോകുലം ഗോപാലൻ. ശ്രീ ചിത്തിര തിരുനാൾ പുരസ്കാരത്തിന് അർഹനായത് ഗോകുലം ഗോപാലനാണ്. തേയിലയും കാപ്പിയും അടക്കം സംസ്ഥാനത്ത് നിർമ്മിക്കുന്ന 10 ഉൽപ്പന്നങ്ങൾ വിപണിയിലെത്തിക്കുന്ന ബ്രാൻഡ് നെയിമാണ് മെയ്ഡ് ഇൻ കേരള. തേയിലയും കാപ്പിയും അടക്കം സംസ്ഥാനത്ത് നിർമ്മിക്കുന്ന 10 ഉൽപ്പന്നങ്ങൾ വിപണിയിലെത്തിക്കുന്ന ബ്രാൻഡ് നെയിമാണ് മെയ്ഡ് ഇൻ കേരള. ഹരിത കേരളം പദ്ധതിയുടെ ഭാഗമായി 187 പച്ചത്തുരുത്തുകൾ സ്ഥാപിച്ച ജില്ലയാണ് മലപ്പുറം. ഹരിത കേരളം പദ്ധതിയുടെ ഭാഗമായി 187 പച്ചത്തുരുത്തുകൾ സ്ഥാപിച്ച ജില്ലയാണ് മലപ്പുറം. 2025 ഒക്ടോബറിൽ രജത ജൂബിലി ആഘോഷിക്കുന്ന കേരള സർക്കാർ സ്ഥാപനം കിഫ്ബി. 2025 ഒക്ടോബറിൽ രജത ജൂബിലി ആഘോഷിക്കുന്ന കേരള സർക്കാർ സ്ഥാപനമാണ് കിഫ്ബി. കിഫ്ബിനെ കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ ഫുൾ ഫോം ആലോചിച്ച് വെക്കുന്നത് നല്ലതായിരിക്കും. കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട് ബോർഡ്. കിഫ്ബി എന്ന് വെച്ചാൽ എന്താണ്? കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട് ബോർഡാണ്. ഓക്കെ, അപ്പോൾ ആ കിഫ്ബിയുടെ രജത ജൂബിലി 2025 കേരള സർക്കാർ ആഘോഷിക്കുന്നു. ഓക്കെ, അടുത്ത ചോദ്യം. ഫോബ്സ് തയ്യാറാക്കിയ 50 വയസ്സിന് മുകളിലുള്ള 50 പ്രഗത്ഭരുടെ ഈ വർഷത്തെ പട്ടികയിൽ ഇടം പിടിച്ച മലയാളി വനിത സുമ കൃഷ്ണൻ. ഫോബ്സ് തയ്യാറാക്കിയ 50 വയസ്സിന് മുകളിലുള്ള 50 പ്രഗത്ഭരുടെ 50/50 ഈ വർഷത്തെ പട്ടികയിൽ ഇടം പിടിച്ച മലയാളി വനിതയാണ് സുമ കൃഷ്ണൻ. ഇന്ത്യയുടെ 53ാമത് ചീഫ് ജസ്റ്റിസായി ചുമതലയേൽക്കാൻ ഒരുങ്ങുന്നത് ജസ്റ്റിസ് സൂര്യകാന്ത്. ഇന്ത്യയുടെ 53ാമത് ചീഫ് ജസ്റ്റിസായി ചുമതലയേൽക്കാൻ ഒരുങ്ങുന്നത് ജസ്റ്റിസ് സൂര്യകാന്താണ്. അടുത്ത ചോദ്യം. ബാഗ്ദാദ് ഇൻ്റർനാഷണൽ തിയേറ്റർ ഫെസ്റ്റിവലിൽ ബെസ്റ്റ് പ്ലേ അവാർഡ് നേടിയത് നെയ്ത്തെ എന്ന നൃത്താവതരണത്തിലൂടെ മാമാങ്കം ഡാൻസ് കമ്പനി. ബാഗ്ദാദ് ഇൻ്റർനാഷണൽ തിയേറ്റർ ഫെസ്റ്റിവലിൽ ബെസ്റ്റ് പ്ലേ അവാർഡ് നേടിയത് ആരാണ്? നെയ്ത്തെ എന്ന നൃത്താവതരണത്തിലൂടെ മാമാങ്കം ഡാൻസ് കമ്പനിയാണ്. ഇന്നലെ നമ്മൾ പറഞ്ഞു ലോക പക്ഷാഘാത ദിനം ഒക്ടോബർ 29 എന്നാൽ നമ്മൾ ഇന്നലെ അതിൻ്റെ പ്രമേയം 2025 പ്രമേയം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ലോക പക്ഷാഘാത ദിനത്തിൻ്റെ 2025 പ്രമേയം ഓരോ മിനിറ്റും വിലപ്പെട്ടതാണ് എന്നതാണ്. ലോക പക്ഷാഘാത ദിനം ഒക്ടോബർ 29 അപ്പോൾ 2025 പ്രമേയം എന്ന് പറയുന്നത് ഓരോ മിനിറ്റും വിലപ്പെട്ടതാണ്. ഗുജറാത്തിൻ്റെയും രാജസ്ഥാൻ്റെയും പാക് അതിർത്തികളിൽ ഇന്ത്യയുടെ കരനാവിക വ്യോമസേനകൾ ചേർന്ന് നടത്തുന്ന നാവികാഭ്യാസമാണ് തൃശൂൽ. അത് നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തതാണ്. ഗുജറാത്തിൻ്റെയും രാജസ്ഥാൻ്റെയും പാക് അതിർത്തികളിൽ ഇന്ത്യയുടെ കരനാവിക വ്യോമസേനകൾ ചേർന്ന് നടത്തുന്ന നാവികാഭ്യാസമാണ് തൃശൂൽ. 70 പിന്നിട്ടവർക്ക് സൗജന്യ ചികിത്സ ഉറപ്പാക്കാൻ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ പദ്ധതിയാണ് ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പദ്ധതി. 70 പിന്നിട്ടവർക്ക് സൗജന്യ ചികിത്സ ഉറപ്പാക്കാൻ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ പദ്ധതിയാണ് ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പദ്ധതി. ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പദ്ധതി. നവംബർ 1 മുതൽ സംസ്ഥാനത്തെ കോടതികളിൽ സാക്ഷിമൊഴികൾ രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന AI ടൂൾ അദാലത്ത് AI വോയിസ് ടു ടെക്സ്റ്റ് ട്രാൻസ്ക്രിപ്ഷൻ ടൂൾ. അദാലത്ത് AI വോയിസ് ടു ടെക്സ്റ്റ് ട്രാൻസ്ക്രിപ്ഷൻ ടൂൾ നവംബർ 1 മുതൽ സംസ്ഥാനത്തെ കോടതികളിൽ സാക്ഷിമൊഴികൾ രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന AI ടൂളാണ് അദാലത്ത് AI വോയിസ് ടു ടെക്സ്റ്റ് ട്രാൻസ്ക്രിപ്ഷൻ ടൂൾ. കരീബിയൻ രാജ്യമായ ജമൈക്കയിലെത്തിയ ലോകം കണ്ട ഏറ്റവും വലിയ ചുഴലിക്കാറ്റാണ് മെലിസ. കരീബിയൻ രാജ്യമായ ജമൈക്കയിലെത്തിയ ലോകം കണ്ട ഏറ്റവും വലിയ ചുഴലിക്കാറ്റാണ് മെലിസ. 2 യുദ്ധവിമാനങ്ങളിലും സഞ്ചരിച്ച ആദ്യ രാഷ്ട്രപതി ദ്രൗപദി മുർമു. നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു റഫാൽ യുദ്ധവിമാനത്തിൽ സഞ്ചരിച്ച ആദ്യ രാഷ്ട്രപതിയാണ് ദ്രൗപദി മുർമു എന്ന് ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ റഫേൽ വിമാനത്തിൽ മാത്രമല്ല സുഖോയ് യുദ്ധവിമാനത്തിലും ദ്രൗപദി മുർമു സഞ്ചരിച്ചിട്ടുണ്ട്.
അങ്ങനെ വരുമ്പോൾ 2 യുദ്ധവിമാനങ്ങളിലും സഞ്ചരിച്ച ആദ്യ രാഷ്ട്രപതിയാണ് ദ്രൗപദി മുർമു. 2006 ജൂണിൽ APJ അബ്ദുൽ കലാമും 2009 നവംബറിൽ പ്രതിഭ പാട്ടീലും രാഷ്ട്രപതിയായിരിക്കെ സുഖോയ് യുദ്ധവിമാനത്തിൽ പറന്നിട്ടുണ്ട്. എന്നാൽ സുഖോയ് യുദ്ധവിമാനത്തിലും റഫാൽ യുദ്ധവിമാനത്തിലും സഞ്ചരിച്ച ആദ്യത്തെ രാഷ്ട്രപതി എന്ന് പറയുന്നത് ദ്രൗപദി മുർമുവാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ആനുകാലിക വിഭാഗത്തിൽ നമുക്ക് പറയാനായിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സെഷൻ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നു എന്ന് വിചാരിക്കുന്നു. മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക്